അവർ വിജയിച്ചവരായി, അവർ രക്ഷപ്പെട്ടു, അവരെ അല്ലാഹു ഉയർത്തി. അവർക്ക് നാളെ സ്വർഗം. ഖുർആനെ പിൻപറ്റിയവർ. പിൻപറ്റാത്ത ജനറേഷനെ, ഓൾഡാകട്ടെ ന്യൂ ആകട്ടെ ആരുമാകട്ടെ, ഖുർആനിക ആശയ ആദർശങ്ങളെ കാറ്റിൽ പറത്തുവാനും കാലത്തിന്റെ ചവിട്ടുകൊട്ടയിലേക്ക് വലിച്ചെറിയുവാനും ഇന്നത്തെ യുവത്വം തയ്യാറായാൽ അവൻ പിഴച്ചവൻ തന്നെ, തകർന്നവൻ തന്നെ. ആരുടെയെങ്കിലും മേൽ എൻ്റെ കോപമിറങ്ങിയാൽ അവൻ നശിച്ചത് തന്നെ, തകർന്നത് തന്നെ എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുമ്പോ ഈ ഖുർആനാണ് നമ്മുടെ വഴികാട്ടി, ഖുർആനാണ് നമ്മുടെ വിജയം, ഖുർആനാണ് വിജയത്തിന്റെ വിളക്കുമാടം, ഈ ഖുർആനാണ് നമ്മുടെ സത്സരണി. ഈ ഖുർആൻ കിട്ടാതെ കണ്ട് നമുക്കിവിടെ നന്നാകാനൊന്നും അല്ലെങ്കിൽ നമുക്ക് രക്ഷപ്പെടാമെന്നും ആരും പ്രതീക്ഷിക്കൊന്നും വേണ്ട. ഖുർആൻ പഠിക്കാതെ, ഖുർആൻ മനസ്സിലാക്കാതെ നമുക്ക് ഹിദായത്ത് കിട്ടുമെന്നും ആരും പ്രതീക്ഷിക്കട്ടെ. നീ ഇപ്പം 5 നേരം നിസ്കരിച്ചുകൊണ്ട് ഹിദായത്ത് കിട്ടിക്കൊള്ളണമെന്നൊന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂട്ടത്തിൽ മദീന പള്ളിയിൽ അവ്വൽ വഖത്തിൽ നിസ്കരിച്ച ചങ്ങാതി മുനാഫിക്ക. അവൻ മരിച്ചപ്പം പറഞ്ഞു നബിയെ കൊണ്ട് മയ്യത്ത് നിസ്കരിപ്പിക്കണം. എന്നാലും അവൻ മുനാഫിക്ക് തന്നെ. നബി മയ്യത്ത് നിസ്കരിച്ചത് കൊണ്ടൊന്നും അവന് പൊരുത്തപ്പെട്ടതൊന്നുമില്ല. മുനാഫിക്കുകൾ നബി അടുത്തിരുന്നിട്ട് നബി ജീവിച്ചിട്ട് നബി ഖുർആൻ പഠിപ്പിച്ചു കൊടുത്തിട്ട് മുനാഫിക്കായിട്ട് പോയി. അതേപോലെ കുറേ മുനാഫിക്കുകൾ നമ്മുടെ നാട്ടിലില്ലേ? ഖുർആൻ പഠിച്ചിട്ട് ഖുർആൻ അനുസരിച്ച് ജീവിക്കാറുണ്ടോ? ഖുർആൻ്റെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാറുണ്ടോ? ഉലമാക്കൾ മെമ്പർ മെഹ്റാബിൽ നിന്നും ഖുർആനെ കുറിച്ച് പറഞ്ഞു കൊടുത്താൽ പള്ളിക്കാർക്ക് പിടിക്കൂല, പള്ളി കമ്മിറ്റിക്കാർക്ക് പിടിക്കൂല, പലിശക്കാരന് പിടിക്കൂല, ലോട്ടറി കച്ചവടക്കാരന് പിടിക്കൂല, പെൺവാണിഭക്കാരന് പിടിക്കൂല, സിനിമ ഫിലിം സ്റ്റാറുകൾക്ക് പിടിക്കൂല, അത് കാണുന്നവർക്ക് പിടിക്കൂല. ഉടനെ മൊയ്ലിയാർക്കെതിരെ. എന്നാൽ ഈ മൊയ്ലിയാർ എന്നാ? മൊയ്ലിയാരെ വാപ്പ പറഞ്ഞാണോ പറയുന്നത്? മൊയ്ലിയാർ ഉമ്മ പറഞ്ഞാണോ പറയുന്നത്? അല്ല പറഞ്ഞ വാക്കല്ലേ മൊയ്ലിയാർ പറയുന്നത്. ഈ മുസ്ലിം ഉമ്മത്തന്നെ പറഞ്ഞ വാക്കെന്താ? പറയുന്ന വാക്കെന്താ? മൊയ്ലിയാക്കന്മാർക്ക് ഭ്രാന്ത് പിടിച്ചു എന്ന് ഈ പറയുന്ന വാക്ക് കേട്ടിട്ട്. ഭ്രാന്ത് പിടിക്കും, വരട്ടെ, തുടങ്ങിയിട്ടേ ഉള്ളൂ. മുത്തലാഖ് ഇപ്പം നിരോധിച്ചില്ലേ? ഓരോന്നോരോന്ന് വരുമ്പം നമുക്ക് തന്നെ ഞങ്ങളുടെ സ്വന്തമായിട്ട് ഭ്രാന്ത് പിടിക്കും. അവസാനം മയ്യത്ത് കുഴിച്ചിടാൻ പാടില്ല, വൈദ്യുതി ശ്മശാനത്തിൽ കൊണ്ടുപോയി കത്തിക്കണം എന്നുള്ളൊരു ഓർഡർ വരുമ്പം സ്വമേധയാ ഭ്രാന്ത് പിടിച്ചോളും. എന്തേ വരൂല എന്ന് ആർക്കെങ്കിലും പ്രതീക്ഷിക്കാൻ പറ്റുമോ? ഉറപ്പല്ലേ? ഇതാ കണ്ടോണം ഓരോന്ന് വരാൻ പോകുന്നു. നബിതങ്ങൾ പറഞ്ഞതല്ലേ ഹബീബെ, ഇത് യാഥാർത്ഥ്യമാകണം. ഇപ്പം എൻ്റെ പൊന്നു പെങ്ങളെ ആങ്ങളെ ഖിയാമത്തിൻ്റെ അടയാളം കണ്ടു തുടങ്ങി. വേണമെങ്കിൽ ഒക്കെ തൗബ ചെയ്ത് നല്ലപോലൊക്കെ ജീവിച്ചു. ഏത് സമയത്തും എല്ലാം തകർന്നു പോകാം. എൻ്റെ അടയാളങ്ങളാണ്. ഏറ്റവും വലിയ തെളിവല്ലേ സൗദി അറേബ്യ ഖുർആൻ ഇറങ്ങിയ മണ്ണ് ഇപ്പോൾ പാശ്ചാത്യവൽക്കരിക്കപ്പെടുന്നു. ഇതിനപ്പുറം എന്താ? ഇതിനപ്പുറം മറ്റെന്ത്? നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞില്ലേ, ഒരു കാലഘട്ടം മദീന നിവാസികളെ കാണാൻ പോവുകയാ. മദീനയുടെ മിമ്പർ മിഹ്റാബും നായ്ക്കൾ കയറി മൂത്രമൊഴിക്കുന്ന കാലഘട്ടം വരും. മദീന 1000 റക്അത്തിന്റെ കൂലി കിട്ടുന്ന മദീന. അന്ന് മനുഷ്യർ കാണൂല, മനുഷ്യവാസമൊന്നും അവിടെ കാണില്ല. പട്ടികൾ കയറി കിടക്കും. അതേപോലെ കഅബ പൊളിക്കപ്പെടും. കഅബയെല്ലാം അതിൻ്റെ യഥാർത്ഥ തനി സ്വഭാവങ്ങളിൽ അതെല്ലാം മാറിപ്പോകും. അതിൻ്റെ ആത്മീയ ശുദ്ധിയെല്ലാം തകർന്നു പോകും. തെളിവുകളല്ലേ വന്നുകൊണ്ടിരിക്കുന്നത്. പാശ്ചാത്യവൽക്കരിക്കപ്പെടുന്ന പരിശുദ്ധമായ സൗദിയുടെ മണ്ണ്, ഖുർആൻ ഇറങ്ങിയ മണ്ണ്, അത് പ്രചരിപ്പിച്ച മണ്ണ്, അത് ലോകത്ത് പഠിപ്പിക്കപ്പെട്ട മണ്ണ്. ഇന്ന് ലോകത്തിൻ്റെ പല ആളുകളും സമാധാനത്തിനും സന്തോഷത്തിനും വേണ്ടി പോകുന്നത് എവിടേക്കാണ്? കഅബയിലേക്ക്. എന്തിനാ കഅബയിൽ പോകുന്നത് നിങ്ങൾക്കറിയോ? എന്തിനാ കഅബയിൽ പോകുന്നത്? സെൽഫി എടുക്കാൻ. അങ്ങനെ തന്നെ പറഞ്ഞാൽ മതി. അത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ തെളിവ്. കഅബയിൽ പോകുന്നത് സെൽഫി എടുക്കാനാണ്. സെൽഫി എടുക്കാതെ ഏതെങ്കിലും ഒരു മുഅ്തമർ, ഏതെങ്കിലും ഒരു ഉംറ ചെയ്ത സഹോദരനോ സഹോദരിയോ ഉണ്ടോ? ആ കഅബ ഷരീഫിന്റെ അരികിൽ പോയി നിന്നുകൊണ്ട്, ആ ബൈത്തുള്ളാന്റെ അരികിൽ നിന്നുകൊണ്ട് സെൽഫി എടുത്തയക്കുകയല്ലേ? പാശ്ചാത്യവൽക്കരിക്കപ്പെട്ടില്ലേ? 21ാം നൂറ്റാണ്ടിലെ ന്യൂ ജനറേഷൻ ഈ കാണുന്ന സത്യമാ. പരിശുദ്ധമായ കഅബത്തിങ്കൽ പോലും ആത്മീയ രുചി നഷ്ടപ്പെട്ടു പോവുകയാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. പോയില്ലേ? സംഭവം പോയില്ലേ? കഅബയിൽ പോകുന്ന എന്തിനാ? പാവങ്ങൾ പുറക്കപ്പെടാനാ കഅബയിൽ പോകുന്നത്. ഇത് കഅബയിൽ പോയിട്ട് സെൽഫി എടുക്കാൻ. കല്ലെ പിടിച്ചിട്ട് ഹജ്ജൽ അസ്വദ് മുത്തിയിട്ട് അവിടെ പെണ്ണുമ്പിള്ളയുടെ തോളിൽ കൈ അങ്ങ് ഇട്ടിട്ട്, ജീവിതത്തിൽ നാട്ടിൽ വന്ന അവൻ്റെ വീട്ടിൽ വെച്ചാൽ പെണ്ണുമ്പിള്ളയുടെ തോളിൽ കൈയിടില്ല. അവൻ അവിടെ പോയിട്ട് പെണ്ണിൻ്റെ മുകളിൽ തോളിൽ കൈയിട്ട് സെൽഫി എടുത്തിട്ട് ഇങ്ങോട്ട് അയച്ചു കൊടുക്കാൻ. അവൻ്റെ നിയത്ത് സെൽഫി. അള്ളാഹ് അതേ സാധിച്ചു കൊടുക്കുള്ളൂ. വല്ലാഹി അതേ സാധിച്ചു കൊടുക്കുള്ളൂ. ഹദീസ് ഓതണം. ഹദീസ് ഓതണം. ആര് ഏത് നിയത്തിൽ പോകുന്നു ആ നിയത്തിലായിരിക്കും ഉള്ള കാര്യങ്ങൾ സാധിച്ചു കൊടുക്കുക. അത് യാതൊരു സംശയമില്ല.
فمن كانت هجرته إلى الله ورسوله فهجرته إلى الله ورسوله. ആരാണോ അല്ലാഹുവേ നിന്റെ നാട്ടിലേക്ക് ഞാനിതാ കടന്നു വരികയാണ്, ലബ്ബൈക വസഅദൈക യാ അല്ലാഹ്, പാപങ്ങളുടെ കൂമ്പാരവുമായി നിന്റെ ദർബാറിലേക്ക് വരുന്ന ഈ സാധുവിനെ, ഈ പാപിയെ സ്വീകരിക്കണേ അല്ലാഹ്. നിറ കണ്ണുകളോടെ, നീറുന്ന ഹൃദയത്തോടെ, തുടിക്കുന്ന നെഞ്ചത്തോടെ ആ കഅബ ശരീഫിലേക്ക് കടന്നു വന്ന് ആ ഖില്ല പിടിച്ച് പൊട്ടിക്കരഞ്ഞ് അല്ലാഹുമ്മ ഗഫിർലി, അല്ലാഹുമ്മ ഗഫിർലി, അല്ലാഹുമ്മ ഗഫിർലി, എനിക്ക് മാപ്പ് ചെയ്യണേ അല്ലാഹ് എന്ന് ഹൃദയവേദനയോടെ നൊമ്പരത്തോടെ പൊട്ടിക്കരയാൽ ഏതൊരു സത്യവിശ്വാസിനിയും ആ കഅബത്തിങ്കലേക്ക് പോകുന്നുവോ ഫഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി, അവന്റെ ഹജ്ജാകട്ടെ, അവന്റെ ഉംറയാകട്ടെ, അവന്റെ സിയാറത്താകട്ടെ, അത് അല്ലാഹുവിനുമുള്ളതാണ്, അവന്റെ റസൂലിനും ഉള്ളതാണ്. അള്ളാഹ്ക്കുള്ളതാണ്, റസൂലുള്ളാഹിക്കുള്ളതാണ്. അതല്ലാതെ അങ്ങോട്ട് പോയ ഉടനെ സെൽഫി എടുത്തിട്ട് ഇടാം, ഫസ്റ്റിൽ വാട്സപ്പിൽ അയച്ചാൽ കൊടുക്കും. ചിലപ്പോൾ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എത്ര തവാഫായെന്ന് പോലും അറിയില്ല. തവാഫ് ചെയ്യുന്ന സമയത്ത് നെഞ്ച് കഅബയിലേക്ക് തിരിയാൻ പാടില്ല. ഈ ചങ്ങാതിമാർ തവാഫ് ചെയ്തതിൻ്റെ കൂട്ടത്തിൽ സെൽഫി എടുത്തിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ അയച്ചു കൊടുക്കുന്ന അങ്ങോട്ട് ഇങ്ങോട്ട് എന്താ മുറുക്കിക്കൊണ്ട് തവാഫ് ചെയ്യുന്ന ചങ്ങാതി. എന്തിനാ ഹബീബ് നീ വന്നത്, എന്തിനാ നീ വന്നത്? ആ മറൈൻ ഡ്രൈവിൽ ആ ബോട്ടിയെട്ടിയിൽ പോയി 10 തവാഫ് ചെയ്തിട്ട് വീട്ടിൽ അയച്ചു പോയിരുന്നാൽ പോരെ, എന്തിനാ ഈ 10-60,000 റുപ്യൊക്കെ ചിലവാക്കിയിട്ട് വെറുതെ ആണ് പോയത്? പിന്നെ ക്ലോക്ക് ടവർ കാണാൻ പറ്റിയില്ല, അതൊരു വലിയ ഭാഗ്യം തന്നെ. ക്ലോക്ക് ടവർ ഉണ്ടാക്കുക രണ്ടരൊക്കെ സ്വർഗത്തിലാണ്. അതിൻ്റെ അടിയിൽ പോയിട്ട് സെൽഫി കമന്ന് കിടന്നുണ്ട്. എന്തിനാ മൊത്തം കിട്ടണ്ടേ? എന്തിനാ പോകുന്ന? ആത്മീയ ചൈതന്യം നഷ്ടപ്പെട്ടില്ല. എന്ത് ഉംറ? അതുകൊണ്ട് തന്നെയാ ഉംറ നടത്തിയിട്ട് ഉംറാക്കി പോയിട്ട് ഇവിടെ വന്നവനും ഹറാം പറപ്പ് ചെയ്യുന്നത്. ഉംറാക്കി പോയിട്ട് ഇവിടെ വന്നിട്ട് എൻ്റെ അർത്ഥം എന്താ? ഉംറ കബൂലായില്ല എന്നല്ല എൻ്റെ അർത്ഥം. ഉംറ കബൂലായില്ല എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവല്ലേ ഹജ്ജ് കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് വീണ്ടും മറ്റേ പരിപാടി തുടങ്ങിക്കഴിഞ്ഞാൽ അർത്ഥം എന്താ? ഹജ്ജ് കബൂലായിട്ടില്ല എന്നല്ല എൻ്റെ അർത്ഥം. നിങ്ങൾ എന്താ വിചാരിച്ചേ? എന്തെങ്കിലും കളി 2.5 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ പോയിട്ട് ഹജ്ജ് ചെയ്താൽ ഇയാളങ്ങ് വലിയ ഹാജി ആര്? അതിന് ഹാജി ആര് ഹൂയിസ് ഹാജി? ആര് ഹാജി? ചോദിക്കുന്ന ചോദ്യം നല്ല ചോദ്യം തന്നെ. ഹാജി ആരാ ഹാജി ഈ ലോകത്തുള്ള? അതാ ചോദ്യം. നല്ല പേര് ഹാജി ആരാണെന്ന് ചോദിക്കുന്നത്. ആരും ഇല്ലാതർത്ഥം. അള്ളാഹുവിനെ റസൂലിനെ നിയത്ത് ചെയ്തിട്ട് കഅബയിൽ പോയാൽ അവന് സെൽഫി എടുക്കാൻ തോന്നില്ല, അവന് പുരയ്ക്ക് പോകാൻ തോന്നില്ല, റൂമിൽ പോകാൻ തോന്നില്ല, അവൻ ചോറിനാനോ ഭക്ഷണം കഴിക്കാനോ പോയില്ല. ആ കഅബയെ കണ്ടുകൊണ്ടിരിക്കുക. അള്ളാഹ് 15 ദിവസം സന്ദർശിക്കാൻ വന്നാണ്. പടച്ചോനെ എനിക്ക് ചാപ്പാടൊന്നും വേണ്ട, അള്ളാഹ് എനിക്ക് നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന പോലെയാണ് റബ്ബേ, ഈ കഅബ കണ്ടുകൊണ്ടിരുന്നാൽ മതി പടച്ചോനെ. എത്രയോ പേര് റൂമിൽ പോലും പോകില്ല, അവിടെ കിടക്കും. മരിച്ച എവിടെ കിടന്ന് മരിക്കട്ടെ, എവിടെ കിടന്ന് മരിക്കട്ടെ. അള്ളാഹ് അവൻ്റെ ഇഷ്കതാണ്. അത് കഅബയിൽ കിടക്കും, അവൻ്റെ ചോട്ടിൽ കിടക്കും, അത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് തന്നെ പ്രതിഫലമുണ്ട്. അതുകൊണ്ട് ഹിദായത്ത് വേണോ? ഹിദായത്തും സന്മാർഗം ലഭിക്കാൻ 3 വഴികളേ ഉള്ളൂ. ഹിദായത്ത് ലഭിക്കാൻ 3 വഴി. ഒന്ന് പരിശുദ്ധമായ കഅബയാണ്. പരിശുദ്ധമായ കഅബയിലേക്ക് പോകലാണ്. ആ കഅബ ശരീഫിലേക്ക് നോക്കിക്കൊണ്ട് ഹിദായത്തിന് വേണ്ടി ചോദിക്കലാണ്. ഹിദായത്ത് കിട്ടാൻ ഇന്ന അവല ബൈതി ഉളിഅ ലിന്നാസ് ലല്ലദീ ببكة مباركا وهدى للعالمين فيه آيات بينات مقام إبراهيم وما دخله كان آمنا. പരിശുദ്ധമായ കഅബ ശരീഫിനെ അല്ലാഹു ലോകത്തെ പ്രഥമമായ ഭവനമാക്കി മാറ്റിയെങ്കിൽ ആ കഅബ ശരീഫ് കൊണ്ട് അല്ലാഹു ഉദ്ദേശിച്ചതെന്താണ്? ഹുദാ മുബാറക വഹുദാ,
ബർക്കത്ത് വേണമോ, അഭിവൃദ്ധി വേണമോ, ഐശ്വര്യം വേണമോ, ഹിദായത്ത് വേണമോ, സന്മാർഗ സച്ചരിതനാകാൻ ആഗ്രഹിക്കുന്നു, ആ കഅബ ശരീഫിലേക്ക് പോകണേ, ആ കഅബയിലേക്ക് നോക്കണേ, അങ്ങോട്ട് തിരിഞ്ഞു നിന്ന് ദുആ ചെയ്യണേ. അല്ലാഹ് പറഞ്ഞ വാക്കാണ്. ഹിദായത്ത് കിട്ടാനുള്ള 3 വഴി. അതിൽ ഒന്നാമത്തെ വഴി കഅബ ശരീഫ്. കഅബ ശരീഫ്, കഅബയിൽ പോയാലേ ഹിദായത്ത് കിട്ടുള്ളൂ. ഇവിടെ നിന്നാ കിട്ടൂലേ? കിട്ടും. എപ്പോ? കഅബയിലേക്ക് നോക്കി ദുആ ചെയ്യണം. എപ്പോ? ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. ദിനം തോറും 5 റക്അത്ത് 5 വഖത്ത് നമസ്കാരത്തിലൂടെ 17 പ്രാവശ്യം കഅബയിലേക്ക് നോക്കിക്കൊണ്ട് നമ്മൾ ചോദിക്കുകയല്ലേ, ഹിദായത്ത് നൽകണേ അല്ലാ, ഹിദായത്ത് നൽകണേ അല്ലാ, ഹിദായത്ത് നീ നൽകണേ അല്ലാ. ഹിദായത്ത് കിട്ടണമെങ്കിൽ അങ്ങോട്ടിരുന്ന് വേണം. അല്ലാതെ പോയിട്ട് ബോട്ടിയിട്ടിലോട്ട് നോക്കിയിരുന്നോണ്ട് ഹിദായത്ത് ആണെന്ന് പറഞ്ഞാൽ ഹിദായത്ത് കിട്ടില്ല. കിട്ടുമോ? സീരിയലിലേക്ക് നോക്കി ടി വിയിലേക്ക് നോക്കിയിരുന്ന ദ്വാരകൾ അവിടെ മക്കയിൽ നടക്കുന്നവരോട് ഇവിടെ ടി വിയിൽ ഇട്ടിട്ട് ഇവിടെ ആമീൻ പിടിക്കും. ചില വലിയ ഷേഖന്മാർ, കോയമാരുണ്ട്, വലിയ ഷേഖന്മാർ, അവിടെ പോയിരുന്നുണ്ട് മൊബൈൽ ഓൺ ആയിക്കൊണ്ട് ദ്വാരക്കും. ഇവിടെ പാവം പിടിച്ച പൊട്ടന്മാർ ആമീൻ ആമീൻ എന്ന് പറയും. ഡിജിറ്റൽ ദ്വാ. മിണ്ടല്ല മിണ്ടല്ല, ഷേഖ് ദ്വാരക്കുന്നില്ല, ആമീൻ പറയണം. മിണ്ടല്ല എല്ലാവരും. ഷേഖ് അവിടെ നിന്നുകൊണ്ട് ഓണാക്കി ഇവിടെ നിന്നുകൊണ്ട് ദ്വാരം. ഇതെല്ലാം കാണുമ്പോൾ ചിരിയൊക്കെ വരെ നമുക്ക്. എന്ത് ചെയ്യാൻ പറ്റും സംഭവം? ഇഖ്ലാസ് ഉദുഉ റബ്ബക്കും തളറൻ വഖുഫിയ. നിന്റെ ഹൃദയ സാന്നിധ്യത്തോടു കൂടിയുള്ള നിന്റെ ദുആ ഉണ്ടല്ലോ, ആ ദുആയ്ക്കാണ് അള്ളാഹിൻ്റെ അടുക്കൽ വിലയുള്ളത്. അതാണ് അള്ളാഹിൻ്റെ അടുക്കൽ വില. ഇവിടെ ഇപ്പം നമ്മൾ ദ്വാരക്കും ഇങ്ങനെ അങ്ങോട്ട് ഈ മൈലിയാർ നിർത്തുന്നില്ല, എന്തൊരു ദുആയത് നമ്മൾ കുറേ നേരമായിട്ട് ആകുന്നൊക്കെ പറഞ്ഞു. ആരാ ആമീൻ പിടിക്കുന്നത്? ആരെ ഇഖ്ലാസോടെ ദുആ ചെയ്യുന്നത്? ആരെ ഇഖ്ലാസോടെ ആമീൻ പിടിക്കും? കല്യാണ വീട്ടിൽ പോയിട്ടുണ്ടോ? മൈലിയാർ ദുആരക്കും പാവം കഷ്ടം. അത്യവന്മാരുടെ കാര്യം വലിയ കഷ്ടം തന്നെയാണ്. അയ്യോ സൗജാൻ, അയ്യോ സൗജാൻ, ബറക്കല്ലാഹു ലക്കുമാ ബറക്കാലിങ്ങനെ ആ ചങ്ങാതി കൈയോടെ വെച്ച് അവളെ നോക്കി ഇവളെ നോക്കിയാണ് ഈ പണ്ടാരം പെട്ടെന്ന് തീർത്തിട്ട് പോയില്ലല്ലോ. ഇവനൊക്കെ വേണ്ടിയിട്ട് ദ്വാരക്കുന്ന പൊട്ടം മൊയിലേരെ അടിക്കണ്ടേ സംഭവം. ഞാനാന്ന് ദ്വാരക്കല്ല ആ പരിപാടി. പക്ഷെ നോക്കൂ, ഈ ചങ്ങാതിക്ക് ലാമ്യം പിടിക്കാം. ഞാൻ ദ്വാരക്കാൻ വേണ്ടി കൈ വെക്കുമ്പോൾ നോക്കും അവനാദ്യം പൊക്കുന്നുണ്ടോ നല്ലപോലെ. ഇഖ്ലാസോടെ അവൻ പൊക്കുന്നുണ്ടെങ്കിൽ കുറച്ച് നേരം ആത്മാർത്ഥത ദ്വാര, ഇല്ലെങ്കിൽ ഒറ്റ 2-3 സെക്കൻഡ് ഉണ്ട്. വാഹൃദവൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. യാ അല്ലാഹ്, നമുക്ക് വേണ്ടിയിട്ട് നമുക്ക് മണ്ണും പിള്ളയുണ്ട്, മക്കളുണ്ട്. ഈ ചങ്ങാതിക്ക് മക്കളുണ്ടാവാനായി ദ്വാരക്കുന്നത്. അതിന് അർത്ഥം അറിഞ്ഞിട്ട് വേണ്ടേ? അതിനുള്ള ഇവന് ആത്മാർത്ഥമായിട്ട് ആമീൻ പറയട്ടെ. കാരണം ഹറാമായ 2 പേര് പെട്ടെന്ന് ഹലാലാകുമ്പോൾ ദുആയ്ക്ക് ഇജാബത്തുണ്ട് അവിടെ. ഇന്നലെ കാണാനും പാടില്ല, സംസാരിക്കാനും പാടില്ല, തൊടാനും പാടില്ലാത്തവർ ഇന്ന് ഹലാലായി. അപ്പോൾ ഹലാലായ സമയത്ത് നമ്മളതിന് അപ്പോഴെ ദ്വാരക്കണം, അത് കബൂലാവും. ആ സമയത്ത് അവനും അവളും ദ്വാരക്കണം. അവളവിടെ ഇഷ്ടിക്ക് ഇവിടെ കുറച്ച് കുറവുണ്ട്, അപ്പോൾ പന്നിക്കാട്ടം കുറച്ച് ഇവിടെ കുറവുണ്ട്, ഇവിടെയും കൂടെ തെറ്റി, ഇവിടെയും കൂടെ കുറച്ച് തെറ്റി, ഇവിടെയും കൂടെ കുറച്ച് തെറ്റി. അത് ഇവിടെ ദ്വാരക്കുക. അയ്യോ സൗജാൻ, അള്ളാഹുവേ ഈ നവദമ്പതികൾക്ക്, ഈ പെണ്ണിനും ആണിനും പഠിച്ചവനെ നല്ല കുട്ടികളെ കൂടി, ഐശ്വര്യം കൂടി, ബർക്കത്തോട്, ജീവിതത്തിൽ ഹൈർ കൂടി, സാലിഹായ സന്താനം കൂടി. ഒലക്കയുടെ മൂട് സാലിയായുടെ സന്താനം. എവിടെ സാലിയായ സന്താനം? എല്ലാം ഒളിച്ചോടും. ഇപ്പോൾ സാലിയായ സന്താനങ്ങളൊക്കെ ഒരുപാട് ബർക്കത്താ ഓടുന്ന സാധനങ്ങളൊക്കെ. സാലിയായ സന്താനങ്ങളൊക്കെ ഒളിച്ചോടുന്ന കണ്ടില്ലേ? പാപ്പാക്ക് ഗുണമില്ല, ഉമ്മാക്ക് ഗുണമില്ലാത്ത രീതിയിലുള്ള ഓട്ടം. എന്തൊരു ഹിജ്റായ പഠിച്ചവനെ. നബിതങ്ങളും സഹാബകൾ ഇങ്ങനെ ഹിജ്റ ചെയ്തിട്ടില്ല. എന്ത് ഹിജ്റായ? പാപ്പായും ഉമ്മയും ഉറങ്ങിക്കിടക്കുമ്പോൾ നേരം വിളക്കും മോളെ കാണാനില്ല. നമ്മൾ പോലീസ് വിചാരിച്ചു കൊന്നു കളഞ്ഞാൽ തട്ടിവിടെ ഒന്നും പോയാൽ പിറ്റേ ദിവസം വാട്സപ്പിൽ വരും, നമ്മുടെ 10 മിനിറ്റ് വെയിറ്റ്, ഇപ്പം വരും മോള്, ഇപ്പം ഡിജിറ്റലിലൂടെ മോൾ ഇപ്പം ഞങ്ങളുടെ മുന്നിലേക്ക് വരും. പോയില്ലേ? ഇമാം തകർന്നു പോയില്ലേ? അള്ളാഹു നമ്മുടെ മക്കളെ കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു നമ്മുടെ മക്കളെ കാത്തുരക്ഷിക്കട്ടെ. എങ്ങനെ മക്കളെ വളർത്തണം എന്നുള്ളത് പഠിപ്പിച്ചു കൊടുക്കുന്ന മജ്‌ലിസായത്. ആ വാപ്പായും ഉമ്മായും വന്നാൽ എഴുതി പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. എങ്ങനെ മക്കളെ പഠിപ്പിച്ചു കൊടുക്കണം, എങ്ങനെ മക്കൾ പിഴയ്ക്കാതിരിക്കാൻ എന്ത് വഴി ചെയ്യണം എന്നുള്ളത് പഠിപ്പിച്ചു കൊടുക്കുന്നു ഖുർആനിലൂടെ. ന്യൂ ജനറേഷനിലൊക്കെ ഒളിച്ചോടുന്ന ഒരു കാലഘട്ടമാണെന്ന് മനസ്സിലാക്കുമ്പോൾ അവരെ പഠിപ്പിക്കേണ്ട ബാധ്യത ആരുടെ ബാധ്യതയാണ്? മൊയ്ലിയാന്മാരുടെ ബാധ്യതയൊന്നുമല്ല, ഞങ്ങളുടെ ബാധ്യതയൊന്നുമല്ല. ഞങ്ങൾ വാത് പറയും, ഞങ്ങൾ വിളിക്കുമ്പോൾ വാത് പറയാൻ വരുന്നു, വാത് പറയുന്നു. വേണമെങ്കിൽ കേട്ട് മനസ്സിലാക്കണം. നമ്മുടെ മകള്, നമ്മുടെ മകൻ്റെ ഉത്തരവാദിത്വം ആ വാപ്പാക്കാണ്, ആ ഉമ്മാക്കാണ്. നമ്മുടെ മകളുടെ ഉത്തരവാദിത്വം ആ വാപ്പാക്ക് ഉമ്മാക്കല്ല, അവരല്ലേ സംരക്ഷിക്കേണ്ടത്. മകളെ ഹിദായത്ത് കിട്ടണമെങ്കിൽ വാപ്പാണ് പരിശ്രമിക്കേണ്ടത്, ഉമ്മാണ് പരിശ്രമിക്കേണ്ടത്.
പരിശുദ്ധമായ ഖുർആനിൽ അവർക്ക് ഏറ്റവും വലിയ തെളിവുണ്ടല്ലോ. ഒക്കെ ഞാൻ ഇൻഷാ അല്ലാഹ് അങ്ങോട്ട് പറഞ്ഞുതരാം, ഖുർആനിലേക്ക് അടക്കം പറഞ്ഞുതരാം. ഹിദായത്ത് കിട്ടാനുള്ള 3 വഴി. ഒന്നാമത്തെ വഴി കഅബ ശരീഫ്, കഅബ മുബാറക്കൻ വഹുദ. വഹുദ ഹിദായത്തിനുള്ള വഴിയാണ് കഅബ ശരീഫ്. അതിനാണ് കഅബയിലേക്ക് നോക്കി ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം നമ്മളെല്ലാ ദിവസവും നമ്മൾ ഹിദായത്തിനെ ചോദിക്കുന്നത്, കഅബയിലേക്ക് തിരിഞ്ഞ് ദുആ ചെയ്യുന്നു. രണ്ടാമത്തെ വഴി ഹിദായത്ത് കിട്ടാൻ എന്താണ്? നബിയുനാ ശഫീഉനാ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂലാണ്, ഹാദിയാണ് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു പറഞ്ഞ വാക്കെന്താ? വഇന്നക ലതഹദീ ഇലാ സിറാത്തിൻ മുസ്തഖീം. നബിയെ, ഹിദായത്ത് കാണിച്ചു കൊടുക്കാനുള്ള യോഗ്യൻ അങ്ങ് മാത്രമാണ്, അതിനുള്ള അധ്യക്ഷനും അതിനുള്ള ഗുരുനാഥനും അധ്യാപകനും യാ റസൂലല്ലാഹ് അങ്ങ് മാത്രമാണ് ഹബീബേ. അങ്ങാണ് ഹിദായത്തിലേക്ക് ജനങ്ങളെ തെളിച്ചു കൊണ്ടുപോവുക. ഹിദായത്ത് കിട്ടാനുള്ള രണ്ടാമത്തെ വഴി നബിതങ്ങളുടെ വാക്ക് കേൾക്കണം. നബിതങ്ങൾ പറയുന്നത് കേൾക്കണം. നബിതങ്ങളുടെ വാക്ക് കേൾക്കാതെ പാശ്ചാത്യന്മാർ പറയുന്ന വാക്ക് കേട്ടാൽ ഹിദായത്ത് കിട്ടൂല. وما كان لمؤمن ولا مؤمنة إذا قضى الله ورسوله أمرا أن يكون لهم الخيرة من أمرهم ومن يعص الله ورسوله فقد ضل ضلالا مبينا. ആരുടെ മേലാണോ അള്ളാഹുവും റസൂലും ഒരു നിയമം നടപ്പിലാക്കിയത്, പാസാക്കിയത്, അതിനെ കവച്ചു വെച്ചുകൊണ്ട് സ്വമേധയാ ഒരു നിയമം കയ്യിലെടുക്കാൻ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, നിങ്ങൾക്ക് സാധ്യമല്ല. ആരെങ്കിലും അങ്ങനെ ചെയ്യുന്ന പക്ഷം അവൻ വ്യക്തമായ വഴികേട്ടിലാണ്, അവൻ പിഴച്ചവൻ തന്നെ, അവൻ നരകത്തിന്റെ അവകാശിയാ. അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച വഴിയിൽ നിന്ന് വ്യതിചലിച്ചു പോയവർക്ക് ഹിദായത്ത് ലഭിക്കുകയില്ല. വഇന്നക ലതഹദീ ഇലാ സിറാത്തിൻ മുസ്തഖീം. തീർച്ചയായും നബിയേ, അങ്ങ് സിറാത്തുൽ മുസ്തഖീമിലേക്ക് ജനങ്ങളെ നയിക്കുന്ന ഗുരുബോധരാണ്. യാ ഹബീബല്ലാഹ്, യാ റസൂലല്ലാഹ്. നമ്മുടെ ഏറ്റവും വലിയ ഗുരുനാഥൻ ഉസ്താദ് നബിയുനാ റസൂലുള്ളാഹി. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ വഴിയിലൂടെ സഞ്ചരിച്ചാൽ നമുക്ക് ഹിദായത്ത് കിട്ടും, മക്കൾക്ക് ഹിദായത്ത് കിട്ടും. ഹിദായത്ത് കിട്ടാനുള്ള വഴി, സന്മാർഗത്തിലേക്ക് എത്തിപ്പെടാനുള്ള വഴി നിബിധങ്ങൾ പറഞ്ഞ വാക്ക്. അതല്ല നാളെ ആഖിറത്തിൽ പോയിട്ട് അള്ളാഹു അത് അങ്ങനെയായിരുന്നു, ദുനിയാവ് ഇങ്ങനെയായിരുന്നു, അങ്ങനെയായിരുന്നു. ഇതിനാണ് ഇവിടെ പഠിപ്പിച്ചിരുന്നത്, ഇതിനാണ് ഇവിടെ പഠിപ്പിച്ചിരുന്നത്. അല്ല ആഖിറത്തിൽ പോയിട്ട് കൈയും കാലം എടുക്കരുത്. പഠിച്ചവൻ ഇങ്ങനെ ദുനിയാവിൻ്റെ അവസ്ഥ അങ്ങനെയായിരുന്നു, പഠിച്ചവൻ വാട്സപ്പിൻ്റെ കാലമായിരുന്നു, ഫേസ്ബുക്കിൻ്റെ കാലമായിരുന്നു, അല്ല ഞാൻ അങ്ങനെ കുടുങ്ങിപ്പോയി, അല്ല ഇങ്ങനെ കുടുങ്ങിപ്പോയി, ഇതൊന്നും അവിടെ പറഞ്ഞിട്ട് കാര്യമില്ല. കല്ലാ ഇദാ ദുഃഖത്തിൽ അർളു ദക്കാ ദക്കാ وجاء ربك والملك صفا صفا وجيء يومئذ بجهنم يومئذ يتذكر الإنسان وأنى له الذكرى يقول يا ليتني قدمت لحياتي فيومئذ لا يعذب عذابه أحد ولا يوثق وثاقه أحد
ചെറുപ്പക്കാരെ, യുവാക്കളെ, യുവതികളെ, പരിശുദ്ധ ഖുർആനിന്റെ പ്രമേയം എന്തെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 23 വർഷക്കാലത്തോളം ഹബീബായ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന ഈ ഖുർആനിന്റെ ഉൾസാരങ്ങൾ എന്താണ് പഠിപ്പിക്കുന്നത്? ഈ ലോകം ഒരിക്കൽ അസ്തമിക്കും. യുവാക്കളെ, യുവതികളെ, ഇവരെയെല്ലാം നാളെ മഹ്ശറ സഭയിൽ ഒരുമിച്ച് കൂട്ടപ്പെടുമെന്ന് പരിശുദ്ധ ഖുർആൻ. കല്ലാ ഇദാ ദുഃഖത്തിൽ ഈ ലോകമെല്ലാം കിടുകിട വിറപ്പിക്കപ്പെടുന്ന ഒരു കാലം സംജാതമാകും. താമസം വിനാ അത് സംഭവിക്കും. വജാഅ റബ്ബുക വൽ മലകു സഫാ സഫാ. നാളെ ഈ ആഗോള ജനങ്ങളെ മുഴുവനും, ഈ മഹാമനുഷ്യരെ മുഴുവനും, ഈ മനുഷ്യ മക്കളെ മുഴുവനും, ഈ ജനസഞ്ചയത്തെ മുഴുവനും മഹ്ശറിന്റെ തിരുമുറ്റത്തേക്ക് കൊണ്ടുവരപ്പെടുമ്പോ മാലാകമാര് സഫ് സഫായി നിൽക്കുന്ന വേളയിൽ ലോകത്തിന്റെ അതിപരാശക്തിയായ നാഥൻ ആ റബ്ബിന്റെ മുന്നിലല്ലയോ നമ്മൾ ഇത്ര നാള് നെറ്റിത്തടം സമർപ്പിച്ചത്? അവനല്ലയോ റാസിഖ്, അവനല്ലയോ മാലിക്, അവനല്ലയോ ഷാഫി, അവനല്ലയോ വാഫി, അവനല്ലയോ ഖാദിർ? അവനായിരുന്നില്ലേ ലോകത്തിന്റെ അതിപരാശക്തി? അവനല്ലയോ ആകാശത്തെ നിയന്ത്രിച്ചവൻ, നക്ഷത്രങ്ങളെ നിയന്ത്രിച്ചവൻ, ഭൂമികളെ വ്യാനിച്ചവൻ, ഈ ആകാശ ഭൂമികൾക്കിടയിലുള്ള സകലമാന സസ്യലതാദികളെയും വൃക്ഷലതാദികളെയും മനുഷ്യ മക്കൾക്ക് വാസയോഗ്യമാക്കിയവൻ ആ പടച്ച തമ്പുരാനല്ലയോ? അത്യാധുനിക ആഡംബരങ്ങളോടെ പടച്ച തമ്പുരാൻ മഹ്ശറ വൻസഭയിലേക്ക് കടന്നു വരികയാണ്. മലക്കുകളെല്ലാം സഫ് സഫായി നിൽക്കുകയാണ്. അതാ ഒരു പ്രകമ്പനം കേൾക്കുന്നു, ഒരു വല്ലാത്ത നിലവിളി കേൾക്കുകയാ. എന്താണെന്ന് ജനങ്ങൾ ഉറ്റുനോക്കുമ്പോ ഇതാ അവരുടെ മുന്നിലേക്ക് കൊണ്ടുവരപ്പെടുന്നത് വജീഅ യൗമഇദിൻ ബിജഹന്നം. നരകത്തെ കെട്ടിവലിച്ചു കൊണ്ടുവരുന്നു. ഏത് നരകം? ഇന്നത്തെ ന്യൂ ജനറേഷൻ വിശ്വസിക്കാത്ത നരകം. ഫ്ലാഷ് മോബ്, അങ്ങനെയൊന്നുമില്ല, അതൊന്നും പ്രശ്നമില്ല എന്ന് പറഞ്ഞ് അഹങ്കാരത്തിന് പോകുന്നു. മ്യൂസിക് അടിക്കുന്നു, പാട്ട് പാടുന്നു, തുള്ളിച്ചാടുന്നു, ഡാൻസ് ആടുന്നു. ഈ തുള്ളിച്ചാടലും ഡാൻസ് ആടലും ഒക്കെ കാണുമ്പോൾ ഇതെല്ലാം ഹറാമാണ്, തെറ്റാണെന്ന് പണ്ഡിതന്മാർ ഇതെല്ലാം ഓതിക്കൊടുക്കുമ്പോൾ, പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ ആ പണ്ഡിതന്മാരുടെ മുഖത്ത് നോക്കി കാർക്കിച്ചു തുപ്പിയിട്ട് അവരെ എല്ലാവരെയും സോഷ്യൽ മീഡിയയിലൂടെ നാണം കെടുത്തുന്ന ഈ മുസ്ലിം നാമധാരികളിൽപ്പെട്ടവർ, അമുസ്ലിമീങ്ങൾ പറയട്ടെ, അവർക്ക് ഖുർആനുമായി ബന്ധമില്ല, ഖുർആനുമായി യാതൊരു അടുപ്പവുമില്ല, അവർ ഖുർആനിനെ അവിശ്വസിക്കുന്നവരാണ്. അവർക്ക് എന്തും പറയാം. അബൂലഹബ് നബിതങ്ങളെ പറഞ്ഞു, അബൂജാഹിൽ പറഞ്ഞു, ഉത്ബത്ത് പറഞ്ഞു, ശൈബത്ത് പറഞ്ഞു, ഉബയ്യ് ഇബ്നു ഖലഫ് പറഞ്ഞു. ഇതൊന്നും ഒരു പ്രശ്നമല്ല, കാരണം അവരൊന്നും മുസ്ലിമീങ്ങളല്ല. പക്ഷേ മുസൽമാൻ പരിശുദ്ധ ഖുർആനിന് എതിരായ വാക്കുകൾ പറയുമ്പോൾ അവൻ ഓർക്കണം, നാളെ മഹ്ശറ വൻസഭയിൽ ഇവനെ കൊണ്ടു നിർത്തപ്പെടുമ്പോൾ അവന്റെ മുന്നിലേക്ക് കെട്ടിവലിച്ചു കൊണ്ടുവരപ്പെടും നരകം. കെട്ടിവലിച്ചുകൊണ്ടും ഭയങ്കരമായ പ്രകമ്പനത്തോടെയാണ് നരകം വരിക. ഭയങ്കര ഘോര ശബ്ദത്തോടെയാണ് നരകം വരിക. വജീഅ യൗമഇദിൻ ബിജഹന്നം. അവനെ, ആ നരകത്തെ അവരുടെ മുന്നിലേക്ക് കൊണ്ടുവരികയാ. യൗമഇദിൻ യതദക്കറുൽ ഇൻസാൻ. ഇന്ന് ധിക്കരിച്ചവരെ, ഇന്ന് ഭൗതികമായ ആഡംബരങ്ങളോട് താല്പര്യം പ്രകടിപ്പിച്ചവരെ, പരിശുദ്ധ ഖുർആനിനെ അവഗണിച്ചവരെ, ഇസ്ലാമിക ആശയ ആദർശങ്ങളെ പുറങ്കാലുകൊണ്ട് തട്ടിയെറിഞ്ഞവരെ, യതദക്കറുൽ ഇൻസാൻ, യതദക്കറുൽ ഇൻസാൻ. അന്നവൻ ചിന്തിക്കുകയാണ്, ആ മഹ്ശറ വൻസഭയിലേക്ക് നരകം കെട്ടിവലിക്കപ്പെടുമ്പോ അല്ലാഹുവേ, ഉലമാക്കളെ പറഞ്ഞത് ഈ നരകത്തെ കുറിച്ചാണ്. ആ നരകമിതാ എന്നെ ക്ഷണിക്കുകയാണ്, ആ നരകമിതാ എന്നെ വിളിക്കുകയാ. ആ നരകത്തിന്റെ പ്രകമ്പനം കാണുമ്പോ ഈ ധിക്കാരിയായ മനുഷ്യൻ ചിന്തിക്കുകയാണ്, യാ ലൈതനീ ഖദ്ദംതു ലിഹയാതി. അല്ലാഹുവേ, ദുനിയാവിലേക്ക് ഞങ്ങളെ ഒന്ന് മടക്കണേ അല്ലാ. വീണ്ടും ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട ആയുസ്, ആരോഗ്യം ഞങ്ങൾക്ക് മടക്കി തരുമോ പടച്ചവനെ? അല്ലാഹുവേ, യാ ലൈതനീ കുന്തു തുറാബാ
അല്ലാഹുവേ, ഞാൻ മരിച്ചു പോയിരുന്നെങ്കിൽ, ഞാൻ മണ്ണായി പോയിരുന്നെങ്കിൽ, ഞാൻ ഒന്നുമില്ലാത്തവനായി മാറിയിരുന്നെങ്കിൽ, ആ നരകത്തിന്റെ കൊടും ഭീകരത കാണുമ്പോ ഈ മഹാമനുഷ്യൻ നാളെ മഹ്ശറിൽ കിടന്ന് വിലപിക്കുകയാ. അല്ലാഹു ചോദിക്കുകയാണ്, വഅന്നാ ലഹു ദിക്റാ. അന്ന് ചിന്തിച്ചിരുന്ന പുണ്യം മാഫി ഫായിദ, യെസ് ഫായിദ, ഒരു ഫായിദ ഇല്ല. അന്ന് ചിന്തിച്ചിട്ട് എന്ത് പുണ്യോന്ന് നാളെ മഹ്ശറിൽ പോയി ചിന്തിച്ചിട്ട് ഈ നരകത്തിലേക്ക് ഇടാൻ പോവാണ് നിന്നെ, അതാ കെട്ടി വലിച്ചുകൊണ്ട് വരികയാണ്. നരകത്തേക്ക് ഇടാൻ പോകുന്ന നിന്നെ അന്ന് ചിന്തിച്ചിട്ട് വല്ല കാര്യമുണ്ടോന്ന് അന്ന് ചോദിക്കാണ്. ഇന്നാണ് ചിന്തിക്കേണ്ടത്. ഈ വർത്തമാന കാലഘട്ടത്തിൽ ഖുർആനിന്റെ പ്രമേയം നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുമ്പോൾ ഇതിനെ വിശ്വസിക്കാത്തവൻ നാളെ ആഖിറത്തിൽ ചിന്തിക്കും. അങ്ങനെ ചിന്തിച്ചിട്ട് കാര്യമില്ല. അവൻ ഒരുപാട് ഒഴികഴിവുകൾ പറയും. വലൗ അൽഖാ മഅദീറ വലൗ അൽഖാ മഅദീറ. അവൻ എത്ര ഒഴിവ് കഴിവുകൾ പറഞ്ഞാലും അതൊന്നും അള്ളാന്റെ മുന്നിൽ വില പോവുകയില്ല. അവന്റെ വാക്കുകളോ അവന്റെ പശ്ചാത്താപമോ അവന്റെ പ്രായച്ചിത്തമോ അവന്റെ കണ്ണുനീരോ നാളെ റബ്ബിന്റെ കോടതിയിൽ സ്വീകാര്യമല്ല. എന്നാൽ ഈ 21-ാം നൂറ്റാണ്ടിലെ ഈ വർത്തമാന കാലഘട്ടത്തില് കൊടും പാപം ചെയ്ത ന്യൂ ജനറേഷനെ പാതിരാ സമയത്ത് ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ് 2 റക്അത്ത് തഹജ്ജുദ് നമസ്കരിച്ചുകൊണ്ട് റബ്ബിന്റെ മുന്നിലേക്ക് കരങ്ങൾ ഉയർത്തിയിട്ട് പൊട്ടിക്കരഞ്ഞിട്ട് പറയണേ, അല്ലാ, ഞാൻ കഞ്ചാവിന് അഡിക്റ്റായി പോയി പടച്ചവനെ, ഞാൻ പെണ്ണുങ്ങൾക്ക് അഡിക്റ്റായി പോയി നാഥാ, ഞാൻ പലിശയ്ക്ക് അഡിക്റ്റായി പോയി പടച്ചവനെ, മാപ്പുതാ അല്ലാ, മാപ്പുതാ അല്ലാ. നിന്റെ ദർബാറിലേക്ക് ഈ കരങ്ങൾ ഉയർത്തുന്നു നാഥാ, തട്ടിക്കളയരുതേ പടച്ചവനെ. എന്റെ ഭൂതകാല ജീവിതങ്ങളിലേക്ക് നീ നോക്കരുതേ അല്ലാ. ഇനിയുള്ള ശിഷ്ട ജീവിതത്തെ നന്നാക്കി തരാൻ ഞാൻ കേഴുന്നു നാഥാ, യാചിക്കുന്നു നാഥാ. വർത്തമാന കാലഘട്ടത്തിലെ ചെറുപ്പക്കാരാ, റബ്ബിന്റെ കോടതിയുടെ മുന്നിൽ എഴുന്നേറ്റ് തപസ്സിരുന്ന് 2 റക്അത്ത് നമസ്കരിച്ച് നിറക്കണ്ണുകളോട് നീ ചെയ്ത പാവങ്ങൾ അല്ലാഹുവിനോട് വിളിച്ചു പറഞ്ഞാൽ, റഹ്മാൻ റഹീമായ തമ്പുരാൻ നിന്റെ കണ്ണുനീരൊപ്പിയെടുത്തുകൊണ്ട് നിന്നെ വാരിപ്പുണരുകയും നിന്നെ സ്വീകരിക്കുകയും ചെയ്തുകൊണ്ട് സ്വർഗത്തിന്റെ വാതിൽ നിനക്ക് വേണ്ടി തുറന്നു തരുമത്രേ. പക്ഷേ എഴുന്നേൽക്കണം ചെറുപ്പമേ, എഴുന്നേൽക്കണം ന്യൂ ജനറേഷനെ. അള്ളാഹുവിലേക്ക് മടങ്ങണം, ഖുർആനിലേക്ക് മടങ്ങണം. എങ്കിൽ നിന്നെ അള്ളാഹു സ്വീകരിക്കും. അതല്ല എല്ലാം തിന്ന് കുടിച്ച് ഹറാമ് എല്ലാം ചെയ്ത് തീർത്ത് ചാവാറായി കിടക്കുന്ന സമയത്ത് കറുകറ വലിക്കുകയാണ്. ലാസ്റ്റ് ഘട്ടത്തിൽ യാ അല്ലാ പ്ലീസ്, യാ അല്ലാ പ്ലീസ്, യാ അല്ലാ പ്ലീസ്. എവിടെ വെള്ളം അടിച്ച് കിടക്കുന്നതിന് എവിടെ പ്ലീസ് പറയാൻ സമയം? അവൻ ഈ ദുനിയാവിലെ അല്ല, അവൻ ഈ ദുനിയാവിലെ അല്ല. പിന്നെ അവൻ വെള്ളം അടിച്ച് കിടക്കുന്നവൻ, മയക്കുമരുന്നിന് അഡിക്റ്റായി കിടക്കുന്നവൻ, ഇവൻ എവിടെ പോയിട്ട് തൗബ ചെയ്യാൻ, എവിടെ ചോദിക്കാൻ? ജനാപത്ത് കുളിക്കാതെ 3 ദിവസം നടക്കുന്നത്. അവിടെയും പോയി വിചാരിക്കും, ഇവിടെയും പോയി വിചാരിക്കും, ഇവിടെയും പോയി വിചാരിക്കും, എന്നിട്ട് കുളിക്കുകയില്ല. സംഭവം ഒറ്റ ട്രിപ്പിന് 3-4 എണ്ണാണ്. എന്ന് 2 ദിവസം 3 ദിവസം അള്ളാഹ് ഇനി എവിടെയെങ്കിലും ആലുവ ആറ്റി തള്ളിയിട്ടാലായി, അങ്ങനെയെങ്കിലും കുളിച്ചാലായി. അല്ലാതെ കണ്ട് എവിടെ കുളിക്കാൻ സംഭവം? ആ ഇടയ്ക്ക് അങ്ങനെ അവൻ ചത്തുപോയുള്ള അവസ്ഥ എന്താ? ജനാപത്തുകാരനായി ചവൻ അഊദു ബില്ലാഹ്, അള്ളാഹ് കാത്തുരക്ഷിക്കട്ടെ. തൗബ ചെയ്യാതെയാണ് മരിക്കുക. തൗബ ചെയ്യാതെ മരിക്കാൻ ഒരു അവസരം അവന് ലഭിച്ചാൽ തീർന്നില്ല. നഊദു ബില്ലാഹ്, പടച്ചു നമ്മൾ അതിൽ നിന്നൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. മരിക്കുന്നതിന് മുമ്പ് തൗബ ചെയ്യാനുള്ള ഭാഗ്യം അള്ളാഹ് ഇവിടെ വെച്ച് നമുക്ക് തരികയാണ്. രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കണം. രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കണം. വെറുതെ ഒന്നും അല്ലാഹു തആല നമ്മളെ സൗകര്യക്കുക. രാത്രി എഴുന്നേറ്റ് നമ്മൾ നിസ്കരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ യുവാക്കളെയൊക്കെ നന്നാക്കി തരട്ടെ, നമ്മുടെ മക്കളെയൊക്കെ നന്നാക്കി തരട്ടെ, നമ്മുടെ സഹോദരിമാരെയൊക്കെ നന്നാക്കി തരട്ടെ. രാവിലെ മുതൽ എവിടേക്കാണ് പോകുന്നത് യുവാക്കളെന്ന് നമ്മുടെ വാപ്പായ ഉമ്മ മനസ്സിലാക്കുന്നുണ്ടോ? നിങ്ങൾക്ക് നാളെ ദുആ ചെയ്യേണ്ട കുട്ടിയാണിത്. നാളെ ആഖിറത്തിൽ പോകുമ്പോൾ ഈ വാപ്പ ഈ മകനെ വിളിക്കുമ്പോൾ, ഈ മകനെ ഈ വാപ്പ വിളിക്കുമ്പോൾ അവരുടെ പേരിട്ടാണ് വിളിക്കുക. നാളെ അല്ലാഹുവിൻ്റെ കോടതിയിലെത്തുമ്പോൾ വാപ്പയുടെ പേര് കൂടെ ചേർത്തിട്ടാണ് ഈ കുട്ടിയെ വിളിക്കുക. ആ സമയത്ത് ആ കുട്ടി മുസ്ലിം ആയിരുന്നില്ല എങ്കിൽ എന്തായിരിക്കും അവസ്ഥ? വാപ്പാടെ അവസ്ഥ? നഊദു ബില്ലാഹ്, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. നമുക്ക് അങ്ങനെയുള്ളൊരു മക്കളെ തരാതെ അല്ലാഹു നമ്മളെ സഹായിക്കട്ടെ. അതുകൊണ്ട് നമ്മുടെ മക്കൾ ഇന്ന് അഹങ്കരിച്ച് അധപ്പതിച്ച് അനാശാസ്യ അശ്ലീലതയുമായി ബന്ധപ്പെടുകയാണ്. വെറും മോശം, വെറും മോശം, പറയാനേ കഴിയാതിരിക്കാൻ. നമുക്ക് പറഞ്ഞ് മടുത്ത്, പ്രസംഗത്തോട് മടുത്ത് ഹബീബേ.
വെറുതെ പറയല്ല. പ്രസംഗിക്കാൻ ഒരു താല്പര്യമേ ഇല്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇത് ഉൾക്കൊള്ളുന്നില്ല ഈ ഉമ്മത്ത്. നമ്മളിപ്പോൾ ഒളിച്ചോട്ടത്തെക്കുറിച്ചും ഈ കുട്ടികളെക്കുറിച്ചും ചെറുപ്പക്കാരെ കുറിച്ചൊക്കെ പറയുമ്പോൾ വീണ്ടും വീണ്ടും അധപ്പതനത്തിൻ്റെ ചെളിക്കുണ്ടിലേക്ക് മുങ്ങിത്താണുകൊണ്ടിരിക്കുകയാണ്. എന്തിന് പ്രബോധനം, എന്തിന് പ്രസംഗം? നാളെ ആഖിറത്തിൽ അള്ളാഹുവിൻ്റെ കോടതിയുടെ മുന്നിൽ പ്രസംഗിക്കാൻ ആരുമില്ലാത്തതിൻ്റെ പേരിൽ ഞങ്ങൾ പിഴച്ചുപോയി എന്നല്ലാ എന്ന് ഒരു ചെറുപ്പക്കാരനും പറയാൻ പറ്റൂല. നാളെ ആർക്കും പറയാൻ പറ്റൂല. നാളെ അള്ളാഹു ആരും ഞങ്ങളെ ഉപദേശിച്ചിരുന്നില്ല റബ്ബെ എന്ന് പറയാനൊരു അവകാശമില്ല. ഇഷ്ടാനുസരിച്ച് വാള്, ലക്ഷക്കണക്കിന് വാള്, പല പണ്ഡിതന്മാരുടെ വാള് കേട്ട് ഉറങ്ങുന്നവരും വാള് കേട്ടുകൊണ്ടാണ് ഉറങ്ങുക, ഉണരുന്നതും വാള് കേട്ടുകൊണ്ടാണ് ഉണരുക. അതുകൊണ്ട് വാള് കേൾക്കാത്തതിൻ്റെ പേരിൽ, മനസ്സിലാക്കാത്തതിൻ്റെ പേരിലാണ് ഞങ്ങൾ പിഴച്ചുപോയതും ആർക്കും പറയാൻ അവകാശമില്ല. മാതാപിതാക്കൾ ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ മക്കൾ നന്നായി. നാളെ ആഖിറത്തിൽ അവൻ നരകത്തിൻ്റെ മുന്നിലേക്ക്, നരകം കെട്ടിവലിച്ചവൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരും. അവൻ ചിന്തിക്കും, അല്ലാ പടച്ചവൻ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന ഉസ്താമാർ പറഞ്ഞത് യാഥാർത്ഥ്യമാണല്ലോ, അല്ലാ പ്ലീസ് പ്ലീസ് യാ അല്ലാ ഒന്ന് മടക്കിത്ത അല്ലാ, യാ ലൈതനി ഖദ്ദംതു ലി ഹയാത്തി, ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഞങ്ങളൊന്ന് മടക്കണേ അല്ലാ, മടക്കണേ അല്ലാ. നടക്കില്ല, തീർന്നു, ക്ലോസ്, ഡോർ ക്ലോസ്, പോയി സംഭവം, കൗണ്ടർ ക്ലോസ്ഡ്. ഇനി അവിടെ തൗബയ്ക്ക് അവസരമില്ല, കരയാൻ നിങ്ങൾക്ക് അവസരം. ഇവിടെ കരയാൻ അവസരം ഇന്ന് നീ മാത്രമല്ല. തൗബ ചെയ്ത് അള്ളാഹ് ചെയ്യുന്ന മറ്റൊരു ഗുണം എന്താ? തൗബ ചെയ്ത് കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്, അവന്റെ തെറ്റുകൾ മുഴുവനും അല്ലാഹു നന്മയാക്കി വർദ്ധിപ്പിക്കുമത്രേ. 100 വ്യഭിചരിച്ചവൻ ഇന്ന് തൗബ ചെയ്താൽ ഇനി നാളെ മുതൽ ഇല്ല റബ്ബെ എന്ന് മടങ്ങാൻ അവൻ തയ്യാറായാൽ ഈ 100 പ്രാവശ്യം വ്യഭിചരിച്ച വ്യഭിചാരം അല്ലാഹു നന്മയാക്കി മാറ്റിക്കൊടുക്കും. അല്ലാഹുടെ ഓഫർ. മൊബൈൽ പോർട്ട് ചെയ്യുമ്പോൾ കുറേ ഓഫർ ചെയ്യില്ലേ? ഇന്നലെ അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന മറ്റേ സാധനമായിരുന്നു. ഇന്ന് പുതിയൊരു സാധനത്തേക്ക് നീ പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഓഫർ അവർ തരും. ഓഫർ തരും. നിങ്ങളുടെ പഴയ സാധനം മാറ്റി പുതിയ എടുക്കാൻ, പഴയ വണ്ടി ഇപ്പം ലാസ്റ്റ് ഇയർ എൻഡ് ആണല്ലോ, അപ്പം നിങ്ങളുടെ പഴയ വണ്ടി മാറ്റിയിട്ട് പുതിയ വണ്ടി എടുക്കാവോ? നമ്മൾ ഓഫറുണ്ട്, പ്രത്യേകമായ ഓഫറുകളുണ്ട്. അപ്പം പഴയ വണ്ടിയുടെ അതേ ഗുണം ഇതിനകത്തും കിട്ടും. അതിൻ്റെ എല്ലാ ഓപ്ഷൻസുകളും ഇതിലേക്കും വരും. ആ പഴയതിനെക്കാട്ടിലും സൂപ്പറായിട്ട് അതേ സാധനം തന്നെ അവ തരുകയും ചെയ്യും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതെന്താ? ഒരു പഴയ മനുഷ്യൻ, പാപം ചെയ്ത ഒരു മനുഷ്യൻ ഇന്ന് തൗബ ചെയ്ത് അള്ളാഹിലേക്ക് മടങ്ങാൻ തയ്യാറായാൽ അവൻ്റെ പഴയ കാലഘട്ടത്തിലെ ജീവിതത്തിലെ മുഴുവൻ തെറ്റുകളും അള്ളാഹു നന്മയാക്കി മാറ്റിക്കൊടുക്കും. ഇതിൽ കൂടുതൽ അള്ളാഹ് എന്തോ ഓഫർ ചെയ്യാൻ? ഇതിൽ കൂടുതൽ എന്തോ ഓഫർ ചെയ്യാൻ? വ്യഭിചരിച്ചത് മൊത്തം സുന്നത്ത് നിസ്കാരാക്കി അള്ളാഹ് മാറ്റിക്കൊടുക്കും. വെള്ളമടിച്ചത് മുഴുവനും ഖുർആൻ ഓത്താക്കി അള്ളാഹു മാറ്റിക്കൊടുക്കും. ഇതിൽ കൂടുതൽ അള്ളാഹ് എന്ത് ചെയ്യണം? പോലെ ഇതിൽ കൂടുതൽ എന്ത് വേണം നമുക്ക് ചെയ്യാൻ? എത്ര വലിയ ഭാഗ്യമാണ്. പരിശുദ്ധ ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമല്ലേ? വമൻ താബ വഅമല സ്വാലിഹൻ ഫഇന്നഹു യതൂബു ഇലല്ലാഹി മത്താബ, ഫഇന്നഹു യതൂബു ഇലല്ലാഹി മത്താബ. വലിയ ഭാഗ്യമാണ്. അല്ലാഹു തൗബ ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. അപ്പോൾ ഹിദായത്ത് കിട്ടാനുള്ള രണ്ടാമത്തെ വഴി ഏതാ? നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.